Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇന്ന് തീർച്ചയായിട്ടും എല്ലാം വൃത്തിയാക്കിയേ പറ്റുള്ളൂ തോന്നുന്നേ. ഇന്ന് ഞാൻ ടിവി കാണും. നീ ഇന്ന് ജോലി ചെയ്തേ മതിയാകൂ. എന്റെ തല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യിപ്പിക്കാൻ വെക്കും. ടിവിയുടെ റിമോട്ട് തരുന്നോ അതോ ഇല്ലയോ? ഇല്ല 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 ഇല്ല. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, മനസ്സിലായോ? അഥവാ നിന്നെ ദേഷ്യം പിടിപ്പിച്ച നീ എന്തോ ചെയ്യും? കാണാൻ ചെറുതാണെന്ന് വിചാരിച്ച് നീ എന്റെ തലേ കയറാൻ വരുന്നോടാ. അയ്യോ എന്റെ അമ്മോ. അയ്യോ മേഡം, ഓഹോ, നിങ്ങൾ എല്ലാരും കൂടി എന്താണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? ജഡ്ജസ് എപ്പോ വേണമെങ്കിലും ഇവിടെ എത്താം. ജഡ്ജസ് കോടതിയിലോട്ടല്ലേ പോകുന്നത്, നമ്മുടെ വീട്ടിലോട്ട് എന്തിനാ വരുന്നത് മാഡം? ഓ, ഹാപ്പി ഫാമിലിക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. നോക്കിക്കൊണ്ട് നിൽക്കാതെ വേഗം വാ, നമുക്ക് വീട് വൃത്തിയാക്കണ്ടേ. ഓഹോ, ഹാപ്പി ഫാമിലിക്ക് അവാർഡ് കിട്ടുന്നതിന് നമ്മുടെ വീട് എന്തിനാ വെറുതെ വൃത്തിയാക്കുന്നത്? ഹാപ്പിയുടെ വീട് അവർ സ്വന്തമായിട്ട് വൃത്തിയാക്കിക്കോളൂല്ലേ മാഡം? ആഹാ ഹണി, ഇങ്ങോട്ട് നോക്ക്. ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കുന്ന ഫാമിലി. ഈ സിറ്റിയിൽ ഏത് വീട്ടിലാണ് സന്തോഷമായിട്ടുള്ള ഫാമിലി ഉള്ളത് അവർക്ക് അവാർഡ് ലഭിക്കും. ഈ ഫംഗ്ഷൻ നമ്മുടെ സൊസൈറ്റിയാണ് അറേഞ്ച് ചെയ്തത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ ഹാപ്പി ഫാമിലി നമ്മുടെ ഫാമിലി തന്നെയാണ്. സംശയമുണ്ടോ? നമ്മൾ ഹാപ്പി ഫാമിലിയാണ്, അതിന് സംശയമൊന്നുമില്ല. നമ്മൾ അത് തെളിയിച്ചേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് തീരുമാനിക്കുക? ജഡ്ജസ് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് എത്താം. അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കണം, വഴക്കുണ്ടാക്കാൻ പാടില്ല. നല്ല കുട്ടികളായി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഓക്കേ മാഡം. അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ. ആഹാ കൊള്ളാലോ, ഊഞ്ഞാലാട്ടാണല്ലോ. അതെ, കുട്ടികളെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലി വളരെ സന്തോഷത്തിലാണ്. ആ അതെ. എപ്പോഴെങ്കിലും ജഡ്ജസ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി എത്ര ഹാപ്പി ആണെന്ന് മനസ്സിലാവും. പോപ്പട്ടെ, ബണി, സോർദാറേ. എന്താടാ, എന്തിനാ കിടന്ന് നിലവിളിക്കുന്നേ? ദാ നോക്ക്, ജഡ്ജ് വരുന്നുണ്ട്. നമുക്ക് ഹാപ്പി ഫാമിലി അവാർഡ് വാങ്ങിക്കണ്ടേ? പോപ്പട്ടെ, നീങ്ങ് വാ. നിനക്ക് ഞാനേ ജ്യൂസ് ഇപ്പൊ കുടിക്കാൻ തരാം. നീ എങ്ങോട്ടേക്ക് പോകുന്നത്? ഇത് മുഴുവൻ കുടിച്ചിട്ട് പോയാ മതി. എടാ, നീ എന്തായി ചെയ്യുന്നേ? അത് ശ്വാസം മുട്ടി ചത്തുപോവില്ലേ? ഒരു മിനിറ്റത്തെ കാര്യല്ലേ ഉള്ളൂ, അല്പം ഒന്ന് ക്ഷമിക്കുന്നേ. ദാ കണ്ടില്ലേ, നമുക്ക് ഹാപ്പി ഫാമിലി അവാർഡ് കിട്ടി. പക്ഷെ ഇത് നിങ്ങൾ പാക്ക് ചെയ്ത് എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നേ? ഇത് കാട്കൻ മാഡത്തിന്റെ പേരിൽ വന്ന കൊറിയറാ, അല്ലാണ്ട് അവാർഡൊന്നും അല്ല. അയ്യോ, അപ്പൊ നിങ്ങൾ ജഡ്ജ് അല്ലേ? അല്ല, ഞാനൊരു കൊറിയർ ബോയ് ആടോ. ജ്യൂസ് എല്ലാം മൂക്ക് വഴി അകത്ത് പോയി. സംശയമുണ്ടോ? അയ്യോ, ഇനി നിനക്ക് രക്ഷയില്ലടാ. എന്റെ മേത്ത് ജ്യൂസ് അടിക്കുന്നോ നീ? അവനെ വിടെ, ഞാനത് ശരിയാക്കി തരാം. അയ്യോ, അമ്മച്ചി. എന്നെ ചെളിയിൽ കുളിപ്പിച്ചല്ലേ നീ? നിന്റെ വീഡിയോയിലൂടെ ഞാൻ. വേണ്ട ഹണി, എന്നിവിടെ പറഞ്ഞേക്ക്. ഈ ഗാർഡൻ അവൻ മുഴുവനും നശിപ്പിക്കും. അവൻ വെറുതെ വിടരുത്. വാ വേഗം. ദാ, നീ എന്തായി കാണിക്കുന്നേ? വിട്. ഞാൻ വിടില്ല, വൈഫിനെ വിടില്ല, സോർദാറിനെ വിടില്ല. ഇവിടെ വരൂ. ഈ ഗാർഡൻ എന്താ മൈതാനമാണോ? ഈ വെള്ളമെല്ലാം വേസ്റ്റ് ചെയ്യുകയാണോ? ഒരാള് മറ്റൊരാളെ തല്ലാൻ പ്ലാൻ ചെയ്യുകയാണോ? ഒരു പോയിന്റ് പോലും ഞാൻ തരില്ല.
Game on! Now game on with Kiko. And get your power mode on! If you have not experienced the same, download the game. Available on Google Play. അതെ, ഞാൻ ഹാപ്പി ഫാമിലി അവാർഡിന്റെ ഒരു ജഡ്ജാണ്. ഓ, ഇവിടെ വരൂ. ഈ ചോക്ലേറ്റ് കഴിക്കൂ. ഞാൻ മര്യാദക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ പാറയല്ലടാ പോക്കിരിയാ കേട്ടോടാ ബി. ഓ, എന്റെ ഹസ്ബൻഡ് ഇവർക്ക് ബദാമാ കൊടുക്കുന്നേ ബദാം. എന്റെ ഹസ്ബൻഡ് ബോക്സറാ ബോക്സർ. ആഹാ, ഹാപ്പി ഫാമിലി. നിങ്ങൾ രണ്ടുപേരും കാരണം നമുക്ക് അവാർഡ് കിട്ടിയില്ല. എന്റെ മേത്ത് ജ്യൂസ് ഒഴിച്ചു, പിന്നെ എന്നെ ചെളിയിലോട്ട് തള്ളിയിടുകയും ചെയ്തു. വെറുതെ വിടില്ല ഞാൻ. ഇനി ഏതായാലും നിങ്ങളെ ഞാൻ നന്നായിട്ട് കെട്ടിപ്പിടിക്കും. അപ്പൊ പിന്നെ ചെളി നിങ്ങളുടെ മേത്ത് നന്നായിട്ട് ആവുമല്ലോ. എടാ നിർത്ത്, പുതിയ ജഡ്ജി വന്ന് പോയിന്റ് മുഴുവനും നഷ്ടപ്പെടും. ഇനിയിപ്പോ ആരും അറിയാൻ പോകുന്നില്ല ഈ അടച്ചിട്ട വീട്ടിനകത്ത് എന്താ നടക്കാൻ പോകുന്നെന്ന്. എടാ ഹണി വിട്, ജഡ്ജി നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട, ഞാൻ വാതിൽ അടച്ചിട്ടുണ്ട്. ജനൽ വഴി നോക്കടാ. തമാശ കാണിച്ചാണ്. തമാശ തമാശ. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി. എന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. എന്നെ പറ്റിക്കാനും കഴിയില്ല. ഞാൻ ബുദ്ധിശാലിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. അയ്യോ, ആഹാ, അടിപൊളി. നിങ്ങൾ ബാഡ്മിന്റൺ കളിക്കുകയാണല്ലേ? എനിക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോകണം ലണ്ടൻ. ഞാൻ ഡെയിലി കിറ്റിയുടെ കൂടെ കളിക്കാറുണ്ട് ബാഡ്മിന്റൺ. അടികൈ. തീർച്ചയായും കൈയടിക്കാം. നിങ്ങളുടെ ഈ ഹാപ്പി ഫാമിലിയെ കണ്ട് ഞാനും വളരെ ഹാപ്പി ആയിരിക്കുകയാണ്. വെരി ഗുഡ്. അയ്യോ, നമുക്ക് വീണ്ടും പോയിന്റ് പോയല്ലോ. അത് ഞാൻ കാരണമാണോ പോയത്? വിട്ടേക്കടാ ബണ്ണി. ഇപ്പൊ തന്നെ ഹണി വല്ലാത്ത ടെൻഷനിലാണ്. എടാ ഹണി, നീ ഒരുപാട് ദേഷ്യപ്പെടരുത് കേട്ടോ. ഹണി, നീ എന്ത് ചെയ്താലും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാ. സംശയമുണ്ടോ? വലിയ കൂട്ടുകാരനെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എപ്പോഴും കഴുതെന്നല്ലേ വിളിക്കുന്നത്. എല്ലാരും കൂടി എപ്പോഴും എന്നെ കരയിക്കും. എന്നിട്ട് എല്ലാ കാര്യത്തിലും എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നതും. നിങ്ങളോട് കൂട്ടുകൂടാൻ എനിക്ക് ഇപ്പൊ താല്പര്യമില്ല. ഹണി, ഹണി, എടാ ഹണി, ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കാൻ ഇപ്പൊ താല്പര്യമില്ല. ഈഷ്, എന്ത് പറ്റി ഹണി? എനിക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കാനേ തോന്നുന്നില്ല. എന്നെ എല്ലാരും കളിയാക്കിക്കൊണ്ടിരിക്കാണ് ഇവിടെ. ഞാൻ ആകെ സങ്കടത്തിലാണ്. ഈഷ്, അതെയോ? നീ വിഷമത്തിലാണോ? ഓ ഹണി, എന്താ പറ്റിയത്? ഞാൻ വലിയ വിഷമത്തിലാണ്. എല്ലാരും ഇവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, അവരാരും ശല്യപ്പെടുത്തില്ല. ആ കാര്യം പറഞ്ഞത് അവൻ തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലി മാറ്ററിൽ നിങ്ങൾ എന്തിനാ തലയിടുന്നേ? കാരണം ഞാൻ ഹാപ്പി ഫാമിലി അവാർഡിന്റെ ജഡ്ജാണ്. പക്ഷെ നിങ്ങൾ സാഡ് ഫാമിലിയാണ്. അടിപൊളി കിറ്റി, അടിപൊളി. നല്ല രസമുണ്ട് സാർ. അത് കൊള്ളാം. ഹാപ്പി ഫാമിലി. അങ്ങനെ ചെയ്യ്. വലുതാവുമ്പോ നിങ്ങളും എന്നെ പോലെ ശക്തിയുള്ളവനാവണം. ഈഷ്, ഹാപ്പി ആൻഡ് ഹെൽത്തി ഫാമിലി. എല്ലാം നശിപ്പിച്ചിട്ട് അവൻ മിണ്ടാതെ നിൽക്കുന്ന കണ്ടോ, കഴുത. സോറി ഹണി, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത് കേട്ടതോ നീ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ഞാനാണെന്ന്. നിങ്ങളപ്പോ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നേ. ഹണി പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മുടെ എല്ലാരുടെ മേലും തെറ്റുണ്ട്. ആ, അത് തന്നെ ഞാനും പറഞ്ഞത്. ഇങ്ങനെ സംഭവിച്ചതിന് നമ്മൾ എല്ലാരും കാരണം തന്നെയാണ്. തെറ്റുകാരൻ ഹനി മാത്രമല്ല. ജോർദാർ പറഞ്ഞത് ശരിയാ. സോറി ഹണി, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓക്കെ കൊച്ചലിയ. പക്ഷെ നമുക്കിനി ഈ ഹാപ്പി ഫാമിലി അവാർഡ് കിട്ടില്ലല്ലോ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അവാർഡ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളെല്ലാരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഹാപ്പി ഫാമിലിയാണ്. വരൂ, കുളിക്കൂ, റെഡിയാകൂ. വൈകുന്നേരം ഹാപ്പി ഫാമിലി അവാർഡിന് പോവേണ്ടതാണ്.
ഹാപ്പി ഫാമിലി അവാർഡിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാ ഫാമിലിയും ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജഡ്ജസ് നിങ്ങളോട് ഇന്നത്തെ ഹാപ്പി ഫാമിലി ആരാണെന്ന് പറയാൻ പോവുകയാണ്. വിജയുടെ പേര് പറയും. ഇവിടെ വരൂ. നിങ്ങളെല്ലാവരെയും ഇവിടെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സന്തോഷം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. മനസ്സിനകത്ത് ചിത്രശലഭങ്ങൾ പറക്കുകയാണ്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഹാപ്പി ഫാമിലി അവാർഡ് ആർക്കാണ് കിട്ടിയതെന്ന് നിങ്ങൾ പറയേ. ഭൂമിയിലുണ്ടായ ആദ്യത്തെ കിണർ ആരാണ് കുഴിച്ചേ? നിങ്ങൾ വേഗം പറയേ. ഹാപ്പി ഫാമിലി അവാർഡ് ആർക്കാണ് കിട്ടിയേ? അടികൈ. ഓക്കെ, ഓരോ ജഡ്ജസും കൊടുത്ത പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ഞങ്ങൾ ഒരു പാത്രത്തിലിട്ട് നന്നായി കുലുക്കി അതിൽ നിന്നും കിട്ടിയ വിന്നറെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഹാപ്പി ഫാമിലിയുടെ അവാർഡ് മിസ് കാട്കറുടെ ഫാമിലിക്കാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളി, നമ്മുടെ ഹണിബണി ടീമാണ് ജയിച്ചത്. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ഈഷ്, ഞങ്ങളുടെ ജഡ്ജ്മെന്റ് നീ സംശയിക്കുകയാണോ? അല്ല സാർ, നിങ്ങൾ 3 പേരും ജഡ്ജായിട്ട് വന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഹാ, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയ വഴക്കിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിനകത്ത് പോയി റിസർച്ച് ചെയ്തു നോക്കി. നിങ്ങൾ പുറത്ത് വഴക്കുണ്ടാക്കിയാലും മനസ്സിനകത്ത് ഒത്തൊരുമയോടെയാണ് ഇരിക്കുന്നത്. ബെസ്റ്റ് ഫാമിലി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കഷ്ടപ്പെടുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചിരിക്കണം. ഹണി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൈസ് കിട്ടില്ലെന്നാണ് നിങ്ങൾ കരുതിയത്. പക്ഷെ ഹണിയെ കെട്ടിപ്പിടിച്ച് അവൻ വിഷമിക്കാതെ നിങ്ങൾ നോക്കിയായിരുന്നു. വിഗ് ഉണ്ടാക്കാൻ ചിലർ മുടി കൊടുക്കാറുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ ചിലർ അരി കൊടുക്കാറുണ്ട്. കയ്യിലിടാനായി വളയും കൊടുക്കാറുണ്ട്. ഹാപ്പി ഫാമിലിക്ക് വേണ്ടി നിങ്ങളെല്ലാം പരസ്പരം വിട്ടുകൊടുക്കാറുമുണ്ട്. അറബിക്കടലിലാണ് പല നദിയും വന്ന് ചേരുന്നത്. സുഖ ദുഃഖങ്ങളിൽ ഒന്നായി നിൽക്കുന്നവരാണ് ഹാപ്പി ഫാമിലി എന്ന് പറയുന്നത്. അടികൈ. അതെ, ശരിയാ. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഹാപ്പി ഫാമിലി ആയിട്ട് ഇരിക്കുന്നത് ഇവര് തന്നെയാണ്. പക്ഷെ ഞങ്ങളെല്ലാം ഹാപ്പിയാണെന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഈ അവാർഡ് ഇവർക്ക് തന്നെയാണ് കിട്ടേണ്ടത്. ഇവിടെ വരൂ, ഈ അവാർഡ് വാങ്ങിയിട്ട് പോകൂ. ഓ കുട്ടികളെ, അവസാനം ഈ അവാർഡ് നിങ്ങൾക്ക് തന്നെ കിട്ടി. വരൂ. ഈ അവാർഡ് തന്നതിന് വളരെ നന്ദി. കുട്ടികളെ, എന്നെ മറന്നുപോയോ? ഇല്ല.